വിശുദ്ധ വാരത്തിന് വളരെ പ്രശസ്തമായിട്ടുള്ള ആലപ്പുഴയിലെ പൂങ്കാവ് പള്ളിയുടെ മകനായിട്ട് ജനിച്ചതുകൊണ്ട് ചെറുപ്പം മുതലേ ഇങ്ങനെ ദേവാലയ പരിസരവും അവിടെ തടിച്ചുകൂടുന്ന ജനങ്ങളും ഒക്കെ കണ്ട് വളർന്ന ഒരു ശീലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ, പെരുന്നാളുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നുമായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. ഈ വലിയ ജനക്കൂട്ടത്തിൽ കൂട്ടം തെറ്റിപ്പോകുമോ എന്നുള്ള ഒരു പേടി. അക്കാലത്ത് മൊബൈൽ ഫോണുകളും മറ്റ് സംവിധാനങ്ങളുമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ പോകുമ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു വയ്ക്കും, ഇങ്ങനെ അഥവാ കൂട്ടം തെറ്റിയാൽ ഒത്തുവരേണ്ട ഒരു സ്ഥലം. എങ്കിലും ഇങ്ങനെ കൂട്ടം തെറ്റാതിരിക്കുവാനായിട്ട് പരമാവധി ശ്രമിച്ചിരുന്നു. കാരണം കുട്ടികളെന്ന നിലയിൽ അത് വലിയ ഷോക്ക് നൽകുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ പെട്ടെന്ന് ഈ കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോവുക എന്നുള്ളത്. തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം, ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ഇങ്ങനെ തൻ്റെ കുടുംബത്തിൽ നിന്നും തൻ്റെ മാതാപിതാക്കളുടെ ഇടയിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിലെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, യേശുവിനേക്കാളും കൂടുതൽ സങ്കടപ്പെടുന്നത്, അവനെ തിരയുന്നത് അവൻ്റെ മാതാപിതാക്കളാണ്. കാരണം യേശുവിൻ്റെ പ്രാധാന്യം അവർക്കറിയാമായിരുന്നു. യേശുവിന് മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും പ്രാധാന്യമുണ്ട്, പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, അവർ അതൊക്കെ തിരിച്ചു പിടിക്കുവാനായിട്ട് ഒത്തിരി ശ്രമിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഈ ബന്ധങ്ങളെ തിരിച്ചു പിടിക്കുന്ന ഒരു കഥയുമായിട്ടാണ് ബൈബിള് തന്നെ തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ വാക്ക് ധിഖരിച്ച് ആദവും ഹവ്വായും തെറ്റ് ചെയ്യുന്നു, ദൈവത്തെ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ ദൈവം അവരെ തേടി വരികയാണ്, നിങ്ങൾ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. ദൈവം തിരയുന്നത് അവർ ഒളിച്ചിരുന്ന സ്ഥലമൊന്നുമല്ല, അത് ദൈവത്തിനെ കണ്ടുപിടിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. മറിച്ച് ദൈവം അന്വേഷിക്കുന്നത് മനുഷ്യന് ഈ നഷ്ടപ്പെട്ട ബന്ധം, അത് ആ ബന്ധത്തിൽ അവൻ്റെ അപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഈ ബന്ധത്തിലേക്ക് തിരികെ വരുവാനായിട്ടുള്ള ക്ഷണമാണ് ദൈവത്തിൻ്റെ ഈ ചോദ്യം. ഈ ക്രിസ്മസ് അവസരത്തിൽ ബൈബിളിൽ ഇങ്ങനെ യേശുവിനെ തിരഞ്ഞു വരുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷവും അത് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ യേശുവിനെ അന്വേഷിച്ച് വരുന്നവർ അവൻ ജനിച്ച സ്ഥലമോ ജീവിച്ചിരിക്കുന്ന ഇടമോ അന്വേഷിച്ച് മാത്രം വരുന്നവരല്ല. അവരുടെ അന്വേഷണത്തിൽ ഒരു ആത്മീയ അന്വേഷണം കൂടിയുണ്ട്. യേശുവിനെ അനുഭവിക്കുക, യേശുവിനോടൊപ്പം ആവുക, യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കുക. അത് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് അവർ മനസ്സിലാക്കി. ജോസഫും മരിയയും മനസ്സിലാക്കി അവരുടെ കുടുംബത്തെ അങ്ങനെ രൂപീകരിച്ചതുപോലെ യേശുവിനെ തിരിച്ചു കിട്ടുമ്പോൾ ഉള്ള രംഗം കൂടി വളരെ സുന്ദരമായിട്ടുള്ളൊന്നാണ്, അല്ലെങ്കിൽ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. യേശു മുതിർന്നവരെ പഠിപ്പിക്കുക, അവർക്ക് അത്ഭുതം ഉളവാക്കുന്ന രീതിയിൽ സംസാരിക്കുക, ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തവർ, തിരുവചനങ്ങൾ ഗ്രഹിച്ചവർ, അവരൊക്കെ യേശുവിൻ്റെ വാക്കിൽ അത്ഭുതപ്പെടുകയാണ്. മാതാപിതാക്കൾ ആവുക എന്ന് വെച്ചാൽ മക്കളെ വളർത്തുക എന്നത് മാത്രമല്ല, ചില കാര്യങ്ങൾ അവരിൽ നിന്ന് കൂടി നമ്മൾ പഠിക്കുകയാണ്. അവരുടെ ചില ചോദ്യങ്ങൾ, അവരുടെ ചില നിലപാടുകൾ, അവിടെയൊക്കെ നമ്മളും ചില കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കുകയാണ്. അതിന് ക്ഷമ വേണം, അതിന് തുറവ് വേണം. നസറത്തിലെ കുടുംബം ഇതൊക്കെയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ, അക്ഷമയിൽ ഒക്കെ നമ്മൾ പലപ്പോഴും നമുക്ക് പ്രിയപ്പെട്ട പലരെയും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ബന്ധങ്ങളൊക്കെ ഇങ്ങനെ ഇല്ലാതെ പോകുന്നുണ്ട്. അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ തിരയുന്ന, ദൈവവുമായിട്ട് വസിക്കുന്ന ഇടങ്ങളാകണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ നന്മയുള്ളതാകും,
നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളാകും. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ കരുതുവാനായിട്ട്, സ്നേഹിക്കുവാനായിട്ട്, അവർക്ക് വേണ്ടി ആയിരിക്കുവാനായിട്ട് തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുക. എങ്ങനെയാണ് നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ കരുതുന്നത്? സ്നേഹത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ആത്മാവിനെ ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബന്ധങ്ങളെ വില കൽപ്പിക്കുവാനായിട്ട്, അമൂല്യങ്ങളായിട്ട് കരുതുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം തിരുക്കുടുംബം വഴി നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.